11 മണിയായപ്പോൾ തന്നെ ഞങ്ങൾ കെട്ടിപ്പറക്കി ചെക്കൗട്ടാകാൻ റെഡിയായി റിസപ്ഷനിലെത്തി. ഞങ്ങളുടെ പ്ലാൻ അനുസരിച്ച് ഇനി വേറെ പ്രോഗ്രാം ഒന്നും തന്നെ ഇല്ലായിരുന്നു. പക്ഷേ ഉദ്ദേശിച്ച ട്രെയിൻ ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ ഇനി നേരത്തെ പോയി കിടക്കേണ്ട ആവശ്യമില്ല. സ്കൂട്ടി ആണെങ്കിൽ വൈകുന്നേരം കൊടുത്താലും മതി. പിന്നെ ഞങ്ങൾ ബാഗെല്ലാം എടുത്ത് ഇവിടുത്തെ ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയ ഒരു സ്ഥലത്തേക്ക് വെച്ച് പിടിച്ചു. അവിടെ ഒരാൾ നിൽക്കുന്ന നിൽപ്പ് കണ്ടോ? ഫോർട്ടിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് നിൽക്കുകയൊന്നുമല്ല, തിരുവനന്തപുരത്തേക്കുള്ളൊരു ഫോൺ കോളിലാണ്. ഈ വിളിക്ക് കഴിഞ്ഞ ദിവസം നടന്നൊരു സംഭവവുമായി നല്ല ബന്ധമുണ്ട്. നേത്രാവതിക്ക് ടിക്കറ്റ് കിട്ടിയിരുന്നേ നാളെ ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ കൊല്ലം എത്തിയേനെ. പക്ഷേ ഇനി എത്തുമ്പോൾ നേരം വൈകും. സ്വാഭാവികമായി നാളത്തെ കാജലിൻ്റെ ടീം മീറ്റിംഗ് സ്പോയിലായി. അതിനുള്ള വഴക്കാണ് ഇപ്പോൾ അവൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വഴക്കും കേട്ടിട്ടുള്ള ഈ വാടിക്കരഞ്ഞുള്ള വരവാണ് എന്നെ ഏറ്റവും കൂടുതൽ തളർത്തിയത്. അങ്ങനെ നിന്നാൽ പറ്റില്ലല്ലോ, ഇവിടം വരെ വന്നതല്ലേ. ഫോർട്ട് കാണാതെ അല്ല കാണിക്കാതെ എങ്ങനെ പോകാനാ? ഫോർട്ടിലേക്കുള്ള പാസ് എടുത്തു. എൻട്രി ഫ്രീ അല്ല, ബട്ട് പാർക്കിംഗ് ഫ്രീ ആണ് കേട്ടോ. ഫോർട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ഇതേപോലെയുള്ള ഒരു ചെങ്കുത്തായ കയറ്റമാണ് നമ്മളെ വെൽക്കം ചെയ്യാനിരിക്കുന്നത്. ശ്രദ്ധിച്ച് കേട്ടാൽ ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ ആയിപ്പ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. നടന്നു വന്ന ക്ഷീണം തീരാനായിട്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ ആ മരച്ചുവട്ടിൽ കുറച്ചു നേരം ഇരുന്ന് ക്ഷീണം മാറ്റിയതിന് ശേഷം ഞങ്ങൾ ഫോർട്ടിനുള്ളിലേക്ക് കയറി. മണ്ടോവി നദിയുടെ തീരത്തായിട്ടാണ് ഈ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. പോർച്ചുഗീസുകാരാണ് ഈ ഫോർട്ട് നിർമ്മിച്ചതെങ്കിലും പിന്നീട് ഇത് ബ്രിട്ടീഷുകാരുടെ കൈവശം വരികയും ഇന്ത്യൻ തടവുകാരെ പാർപ്പിക്കാനായിട്ട് പിന്നീട് ഒരു ജയിലായി ഇത് ഉപയോഗിച്ചിരുന്നു എന്നാണ് ഇവിടുത്തെ രേഖകളിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പിന്നെ AC കൂടെ ഫിറ്റ് ചെയ്ത് കൊടുക്കണം ജയിൽ. പിന്നെ ജയിലല്ലേ, അതിനനുസരിച്ചുള്ള സൗകര്യങ്ങളല്ലേ കാണത്തുള്ളൂ. നിവിൻ പോളിയുടെ കായംകുളം കൊച്ചുണ്ണി, ദിലീപിൻ്റെ ജാക്ക് ആൻഡ് ഡാനിയൽസ് എന്നീ സിനിമയുടെ ചില ഭാഗങ്ങൾ ഇവിടെ വച്ചാണ്, ഈ ഫോർട്ടിൽ വെച്ചാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല തമിഴ് മൂവിയായ ഡോക്ടറിൻ്റെ ക്ലൈമാക്സ് സീൻ ഒരൊറ്റപ്പെട്ട ഐലൻഡായി കാണിക്കുന്നത് ഈ ഫോർട്ടാണ്. ഈ സ്പോട്ടിൽ നിന്ന് നേരെ ചെല്ലുമ്പോൾ കാണാൻ സാധിക്കുന്നത് അറേബ്യൻ സീ ആണ്. (2008) റൈസ് മാംഗോ ഫോർട്ടിൻ്റെ റിനോവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. UK ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഈ റിനോവേഷൻ എല്ലാം ചെയ്തിരിക്കുന്നത്. 2012 ഈ റിനോവേഷൻ കഴിഞ്ഞ് ഫോർട്ട് പബ്ലിക്കിന് തുറന്നു കൊടുത്തിരിക്കുന്നത്. ഈ മാപ്പിൽ കാണുന്നത് റൈസ് മാംഗോ ഫോർട്ട് ബിഫോർ റീസ്റ്റോറേഷനാണ്. ഇതെന്താണെന്നറിയാം ഓടി? എന്താണ്? വാവ്, കാണുന്നത് കഴിഞ്ഞ ദിവസം ഓൾഡ് ഗോവയിൽ പോയപ്പോൾ കണ്ട അടൽ സേതു ബ്രിഡ്ജാണ്. (2018) ഗോവയിൽ വന്ന സമയത്ത് ഈ ഫോർട്ട് അന്ന് ഞങ്ങൾ സന്ദർശിച്ചിരുന്നു. പക്ഷേ അന്ന് വരാനും പോകാനും ഒരു വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് ഈ എൻട്രിക്കും എക്സിറ്റിനും രണ്ടും രണ്ട് വഴികളാണ്. എക്സിറ്റ് വഴി കണ്ടുപിടിക്കാൻ ഒരിത്തിരി പ്രയാസപ്പെട്ടു. ഇനിയും ഒരുപാട് സമയം ബാക്കിയായി. ഇനി എങ്ങാനും പോകാനുമില്ല. അങ്ങനെ പോകാനുണ്ടെങ്കിൽ തന്നെ അതിനുള്ള ശേഷിയുമില്ല. അതുകൊണ്ട് തന്നെ കുറേ നേരം ചുമ്മാ ഇരിക്കാൻ തീരുമാനിച്ചു.
തൊട്ടടുത്തുള്ള ഒരു കടയിൽ കയറി 2 കരിക്കും മേടിച്ച് അറബിക്കടൽ നോക്കിയ ഒരൊറ്റ ഇരിപ്പ്. കാണുന്നത് ഒരു ചെളിക്കുണ്ടാണ്, അതിനപ്പുറമുള്ളതാണ് അറബിക്കടൽ. തിരിച്ച് ഹോട്ടലിലേക്ക് പോകുന്ന വഴിയെ കലൻകോട്ടെ ബീച്ചിനടുത്തുള്ള ഒരു ലിക്കർ ഷോപ്പിൽ കയറി. ഗോവയിൽ വന്നിട്ടൊരു കുപ്പി മേടിക്കാതെ പോകുന്നത് എങ്ങനെയാണ്? ബട്ട് ഇവിടെ വീഡിയോഗ്രാഫി അലൗഡ് അല്ലെന്ന് പിന്നെയാണ് അവർ പറയുന്നത്. പിന്നെ അധികം ചുറ്റിത്തിരിഞ്ഞ് സമയം കളഞ്ഞില്ല. ചുറ്റിത്തിരിയാനുള്ള സമയവുമില്ല. നേരെ ഹോട്ടലിൽ വന്ന് ബാഗും എടുത്ത് ഒന്ന് റിഫ്രഷായി. ഗോവ വിടേണ്ട സമയമെടുത്തു. ഹോട്ടലിനോട് ബൈ പറഞ്ഞ് അടുത്തുള്ള ഒരു ഉടുപ്പി ഹോട്ടലിൽ കയറി ഒരു ചായ കുടിച്ചു. പശുവിൻ പാലല്ല എന്ന് തോന്നുന്നു, ബട്ട് എന്നാലും ഐറ്റം കൊള്ളാം. അടുത്ത നടപടി രാത്രിയിലേക്കുള്ള ഭക്ഷണം തരപ്പെടുത്തുന്നതായിരുന്നു. അടുത്തുള്ളൊരു പിസ്സ ഹട്ടിൽ കയറി 2 പിസ്സ പാഴ്സൽ മേടിച്ചു. ട്രെയിൻ ഫുഡ് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയുള്ള പണിയായിരുന്നു. തിരിച്ചുള്ള യാത്രയല്ലേ ഞാൻ ഓടിച്ചോളാം എന്ന കാജൽ സന്തോഷപൂർവ്വം കീ കൊടുത്ത് പിറകിലേക്ക് ഒതുങ്ങിക്കൂടി ഞാനും. ടെൻഷനില്ലാതെ കുറച്ചു നേരം പിന്നിലിരുന്ന് വായി നോക്കാമല്ലോ, അത് തന്നെ വലിയ കാര്യം. ഡ്രൈവിംഗ് തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോഴേ പുള്ളിക്കാരിയുടെ മട്ടും ഭാവമൊക്കെ മാറി. പിറകിലിരുന്ന് വഴി പറഞ്ഞു കൊടുക്കലായി എൻ്റെ പണി. കാജലിനെ കുറിച്ച് കോൺഫിഡൻസ് കൂട്ടിയിട്ടുണ്ട്. അതാ സ്പീഡോമീറ്ററിൽ നോക്കിയാൽ മനസ്സിലാകും. അവളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, അത്യാവശ്യം നല്ല റോഡുമാണ് മുന്നേ കിടക്കുന്നത്. കയ്യിൽ കുപ്പിയുള്ളത് കൊണ്ട് അത്യാവശ്യം പേടിയുണ്ടായിരുന്നു മനസ്സിൽ. പോലീസ് എങ്ങാനും പൊക്കിയാലോ എന്നൊക്കെ കുറേ പേർ അങ്ങനെ പറഞ്ഞിരുന്നു. കുപ്പി കൊണ്ടുപോകാൻ പാടാണെന്നൊക്കെ. വഴിയിൽ പോലീസ് ചെക്കിങ്ങും കണ്ടിരുന്നു. ഭാഗ്യത്തിന് ഞങ്ങളുടെ നേരെ കൈ കാണിച്ചില്ല. ഇനിയിപ്പം കാജൽ വണ്ടി ഒട്ടിച്ചത് കൊണ്ടായിരിക്കും. റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുന്നേ തന്നെ റെൻ്റേ ബൈക്കാരനെ വിളിച്ച് പറഞ്ഞിരുന്നു സമയത്തിന് എത്തണമെന്ന്. പുള്ളി ബാക്കി പൈസയും തന്ന് വണ്ടിയും കൊണ്ടുപോയി. നൈസ് ഡീലിംഗ് ആയിരുന്നു അവരുമായിട്ട്. അവിടെ 6 അല്ല 12. ഞങ്ങളുടെ കഷ്ടകാലത്തിന് 7:30 വരേണ്ട നേത്രാവതി എക്സ്പ്രസ് ലേറ്റ് റണ്ണിങ് ആയിരുന്നു. വേറെ എന്ത് ചെയ്യാൻ, അവിടെ കിടന്ന് ചുറ്റിത്തിരിയുക തന്നെ. മണി 8 കഴിഞ്ഞിട്ടും ട്രെയിൻ എത്തിയില്ല. പിന്നെ ഞങ്ങൾ വച്ച് വൈകിച്ചില്ല, പിസ്സ അങ്ങ് തീർത്തു. നോക്കി നിന്ന പട്ടിസാറിനെ പോലും ശമിപ്പിക്കുന്ന രീതിയിലായിരുന്നു ഞങ്ങളുടെ തീറ്റ. നക്കി തിന്നാൻ പോലും ബാക്കി വെച്ചിട്ടില്ല. രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന കാജൽ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലെ ആ കാഴ്ച കണ്ടത് അപ്പോഴാണ്. വീണ്ടും വന്ന വഴി തിരികെ. ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കുന്നോ ആവോ. ഷോപ്പിലെത്തിയപാടെ പുള്ളിക്കാരി ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്തു. ഞാൻ അധികം പ്രോത്സാഹിപ്പിച്ചില്ല. വേറൊന്നും കൊണ്ടല്ല, ഇനി ബാഗിൽ വേറെ സ്ഥലമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നൈസിന് ഡാവടിച്ച് കടയ്ക്ക് പുറത്ത് നിന്നു. കടയ്ക്കകത്ത് കയറിയില്ല. പക്ഷേ അതൊന്നും അവൾക്കൊരു പ്രശ്നമേ അല്ലായിരുന്നു. ബിൽ കരോ ഭായ്. എടുത്തോ ഒരെണ്ണം കൂടെ എടുത്തോ. കൊള്ളാടി. ഏഴ് മണിക്ക് വരേണ്ട ട്രെയിനാണ്. എത്തിയപ്പോൾ 10:30. എന്തായാലും കൊള്ളാം. ഇനി ഞാനും വെച്ച് വൈകിപ്പിക്കുന്നില്ല. ഗോവൻ സീരീസ് ഇവിടെ അവസാനിക്കുന്നു. ഇനി എപ്പോഴേലും ഏതേലും വീഡിയോയിൽ വെച്ച് കണ്ടുമുട്ടുന്നത് വരെ
ബൈ ബൈ. അപ്പോൾ നിങ്ങളെല്ലാവരുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.